ഹായ് ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു ഫാഷൻ ഡിസൈൻ. ഭയങ്കരം പിടിച്ചോറിയുള്ള ഒരു ഫാബ്രിക്കിൻ്റെ കളക്ഷനുമായിട്ടാണ് വന്നേക്കുക. ഇപ്പോഴത്തെ ഏറ്റവും ഡിമാൻഡായിട്ടുള്ള നമ്മുടെ റഷ്യൻ സിൽക്ക് ഫാബ്രിക്കിലാണ് വന്നേക്കുന്നത്. ഒരുപാട് തവണ നമ്മൾ ഈ ഒരു ഐറ്റം നമ്മൾ സ്റ്റോക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. എല്ലാത്തിനും നല്ല പിടിച്ചോറിയാണ്. വീഡിയോ ഇട്ട ആ ഒരു ടൈമിൽ തന്നെ ഐറ്റംസ് സോൾഡ് ഔട്ട് ആകും. ഇനിയും ഈ ഒരു ഐറ്റം പർച്ചേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ടും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഡിസൈനും ഫാബ്രിക്കുമാണ്. ഡീറ്റെയിൽസ് നോക്കാം. നമ്മളതുപോലെ വിസ്കസ് ടസർ ഫാബ്രിക്കിലൊക്കെ ഈ ഒരു കളക്ഷൻ ഒത്തിരി തവണ കൊണ്ടുവന്നിട്ടുണ്ട്. നല്ല റിക്വസ്റ്റ് ആയിരുന്നു. കസ്റ്റമറിൻ്റെ ഭാഗത്ത് നല്ലൊരു അഭിപ്രായം കിട്ടിയ ഐറ്റമാണ്. ഇത് വാങ്ങിച്ചവർക്ക് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്യും ഈ ഒരു ഫാബ്രിക്കിനെ കുറിച്ച്. അപ്പോൾ ഇതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം. പൊള്ളിയായിട്ടുള്ള ഒരു ഓർക്കിഡ് ഷെയ്ഡാണ് ഫസ്റ്റ് വൺ വന്നേക്കുക. ഇതിൽ ഓർക്കിഡൈസ്ഡ് സ്റ്റൈൽ പാറ്റേണിൽ വരുന്ന വീവിംഗ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. സിൽവർ വീവിംഗ് പാറ്റേൺ ആണ് പോയേക്കുക. യോക്ക് നല്ല ഹെവി ആയിട്ട് കൊടുത്തിട്ട് ബാക്കി പോർഷൻസിൽ ഇതേപോലെ വീവിംഗ് ആണ് നമ്മൾ ചെയ്തേക്കുക. ഇതാണ് ടോപ്പ് വന്നേക്കുക. ടോപ്പിൻ്റെ ഫ്രണ്ട് പോർഷൻ ഫുള്ള് വർക്ക് പാറ്റേൺ ആണ് കൊടുത്തേക്കുക. ഈ ഒരു വീവിങ് വിയർ ചെയ്തിട്ട് കഴിഞ്ഞാൽ നല്ല പ്രീമിയം ആയിട്ടുള്ള ഒരു ലുക്ക് കിട്ടും. അതിൻ്റെ ഞാനിപ്പോൾ ഇട്ടേക്കുന്നതിൻ്റെ ആണെങ്കിലും സ്ലീവ് ഉണ്ട്. സ്ലീവിലും ഈ ഒരു വീവിങ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ എല്ലാത്തിലും നമ്മൾ സ്ലീവും അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നല്ല ഭംഗിയായിട്ടാണ് ഈ ഒരു വീവിങ് പാറ്റേൺ പോയേക്കുക. നന്നായിട്ട് ഒതുങ്ങി കിടക്കുന്ന ഫാബ്രിക്കാണ്. ഒട്ടും തന്നെ ചൂടെടുക്കുന്ന ടൈപ്പാണ്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു ഓവറോൾ ലുക്ക് വന്നേക്കുക. പ്യുവർ റഷ്യൻ സിൽക്ക് ഫാബ്രിക്കിൽ വരുന്ന ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ദുപ്പട്ടയുടെ 4 ബോർഡറിലും ഈ ഒരു വീവിങ് പാറ്റേൺ കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ കുറച്ചുകൂടെ ദാമനാണ് കുറച്ചുകൂടെ തിക്കായിട്ട് ഈ ഒരു വീവിങ് പാറ്റേൺ കൊടുത്തേക്കുക. ബാക്കി പോർഷൻസിലാണെങ്കിലും നല്ല ക്യൂട്ടായിട്ട് വരുന്ന വീവിങ് പാറ്റേൺ നമ്മൾ ചെയ്തിട്ടുണ്ട്. നല്ല ലെങ്തും വിടുത്തും ദുപ്പട്ടയ്ക്കും കൊടുത്തിട്ടുണ്ട്. ടോപ്പിനാണെങ്കിലും അത്യാവശ്യം നല്ല ലെങ്തും വിടുത്തുമാണ് കൊടുത്തേക്കുക. എപ്പോൾ കൊണ്ടുവന്നാലും പിടിച്ചുപറിയുള്ള ഒരു കളർ ഷെയ്ഡാണ് വന്നേക്കുക. ബർഗണ്ടി ബ്രൗൺ ഷെയ്ഡിലാണ് വന്നേക്കുന്നത്. ഇതിൻ്റെ ഒരു സിൽവർ വീവിങ് പോയേക്കുന്നുണ്ടോ, നല്ലൊരു കോമ്പിനേഷനിലാണ് വന്നേക്കുക. എല്ലാവർക്കും ഇഷ്ടമാകുന്ന പാറ്റേൺ വർക്കാണ് കൊടുത്തേക്കുക. നല്ല സിമ്പിളായ എലഗൻ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇട്ട് കഴിഞ്ഞാൽ ഇതിൻ്റെ ലുക്ക് നമുക്ക് മനസ്സിലാവുള്ളൂ. നല്ല പ്രീമിയം ആയിട്ടുള്ള ഫാബ്രിക്. അപ്പോൾ ഇതുപോലെ വരും. ഇതിൻ്റെയും ഓവറോൾ ലുക്ക് സെയിം കളർ ടോണിൽ വരുന്ന സാൻഡൂൺ ഫാബ്രിക്കിൽ വരുന്ന ബോട്ടമാണ് നമ്മൾ ഇതിലൂടെ പെയർ ചെയ്തേക്കുക. ഷെയ്ഡ് നോക്കിയാൽ നമുക്ക് എപ്പോഴും വേണ്ട ഒരു ഓഫ് വൈറ്റ് ഷെയ്ഡാണ് വന്നേക്കുക. നല്ലൊരു സെറ്റ് പാറ്റേൺ ആണ് കൊടുത്തേക്കുന്നത്. ഇനിയിപ്പോൾ നമ്മുടെ മെയിൻ ഫങ്ഷൻസൊക്കെ വന്നുകൊണ്ടിരിക്കുക, ഈസ്റ്റർ പെസ, അന്നേരമൊക്കെ ആണെങ്കിലും വിയർ ചെയ്യാനായിട്ട് ഇപ്പോഴേ നിങ്ങൾ പർച്ചേസ് ചെയ്താലേ കിട്ടുള്ളൂ. ഇനിയിപ്പോൾ ഇത് റീസ്റ്റോക്കൊക്കെ ചെയ്തു വരാൻ ഒത്തിരി ലേറ്റ് ആവും. വേണ്ട ഒരു ഫാസ്റ്റായിട്ട് തന്നെ ഓർഡർ ചെയ്യുക. 1599 പ്രൈസ് വന്നേക്കുക. അടുത്ത വന്നേക്കുന്നത് ഡിമാൻഡ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ്. ബ്ലൂ ഷെയ്ഡിലാണ് വന്നേക്കുക. പാറ്റേൺസ് ഓഫ് വർക്ക് സെയിം തന്നെയാണ്. ബോട്ടം വന്നേക്കുക സാൻഡ്. ലാസ്റ്റ് വൺ വന്നേക്കുക നല്ല ഭംഗിയുള്ള ടെറാക്കോട്ട ഷെയ്ഡിലാണ് വന്നേക്കുക. ഇതിലെ കളേഴ്സ് എല്ലാം നല്ല എല്ലാ സ്കിൻ ടോണുകാർക്കും മാച്ചിങ് ആയിട്ടുള്ള കളർ ഷെയ്ഡ്സ് ആണ് വന്നേക്കുക. നല്ല പ്രീമിയം സെറ്റ് പാറ്റേൺ ആണ്. ബോട്ടം വന്നേക്കുന്നത് സാൻഡൂൺ ഫാബ്രിക്കിൽ 1599 വിത്ത് ഫ്രീ ഷിപ്പിംഗ്. അപ്പോൾ ഇതാണ് ലാസ്റ്റ് വൺ വന്നേക്കുക. ഇതും എല്ലാ സ്കിൻ ടോണുകാർക്കും മാച്ചിങ് ആയിട്ടുള്ള ഒരു കളർ ഷെയ്ഡാണ് വന്നേക്കുക. മാവോ പിങ്ക് ടോണിലാണ് വന്നേക്കുക. യോക്കിലും അതുപോലെ തന്നെ ബാക്കി പോർഷൻസിലാണ് നല്ല ഹെവി ആയിട്ടാണ് ഈ ഒരു വീവിങ് പാറ്റേൺ നമ്മൾ ചെയ്തേക്കുക. അപ്പോൾ ഇതുപോലെ വരും. ഇതിൻ്റെ ഓവറോൾ ലുക്ക് ഏതൊരു ഫംഗ്ഷൻ ആണെങ്കിലും സ്റ്റൈൽ ചെയ്യാൻ പറ്റിയ അടിപൊളിയായിട്ടാണ് വേഗം തന്നെ പർച്ചേസ് ചെയ്താൽ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക്